ഹായ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ VFAയുടെ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇന്ന് മൂന്നാമത്തെ ദിനമാണ്. അപ്പോൾ മോർണിംഗിൽ നമ്മൾ പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങളാണ് പഠിച്ചു പോവാറുള്ളത്. ഈവനിങ്ങിൽ പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സും പഠിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ ഡേ 1ഉം ഡേ 2ഉം കാണാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ രാവിലത്തെ ഈ സെക്ഷനിൽ നമുക്ക് പ്രധാനപ്പെട്ട മുൻകാല ചോദ്യങ്ങൾ പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, യൂസ്ഫുൾ ആയി മാറുന്നുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പുതുതായി ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നോക്കാം നമുക്ക് പ്രധാന മുൻകാല ചോദ്യങ്ങൾ. സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണിത്? സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ്. ആരുടെ വാക്കുകളാണ്? മലാല യൂസഫ്സായ്. മലാല യൂസഫ്സായിയുടെ വാക്കുകളാണ്. അപ്പോ സമാധാന നൊബേൽ പ്രൈസ് ജേതാവായിട്ടുള്ള മലാല യൂസഫ്സായിയുടെ വാക്കുകളാണ്. സ്കൂളിലെ തറയിൽ ഇരുന്ന് പഠിക്കുന്നതൊന്നും എനിക്ക് പ്രശ്നമല്ല, എനിക്ക് വേണ്ടത് വിദ്യാഭ്യാസമാണ് എന്നത്. അപ്പോ ഏത് വർഷമാണ് മലാല യൂസഫ്സായിക്ക് സമാധാന നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്? സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ച വർഷം ചോദിച്ചാല് മലാല യൂസഫ്സായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുള്ളത് 2014 2014 മലാല യൂസഫ്സായിയോടൊപ്പം സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നേടിയിട്ടുള്ളത് കൈലാസ് സത്യാർത്ഥിയാണ്. കൈലാസ് സത്യാർത്ഥിയും മലാല യൂസഫ്സായുമായിരുന്നു 2014 സമാധാന നൊബേൽ പ്രൈസ് ജേതാക്കള്. അപ്പൊ മലാല യൂസഫ്സായിക്ക് സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിക്കുന്നത് 17ാമത്തെ വയസ്സിലാണ്. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി, സമാധാനത്തിനുള്ള നൊബേൽ പ്രൈസ് നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി കൂടിയാണ് മലാല യൂസഫ്സായ്. മലാല ദിനമായി ആചരിക്കുന്നത് എന്നാണ്? മലാല ദിനം ദിനമായി ആചരിക്കുന്നത് ജൂലൈ 12. ജൂലൈ 12 ആണ് മലാല ദിനമായി ആചരിക്കുന്നത്. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. ഈ നിയമം ഏതു പേരിൽ അറിയപ്പെടുന്നു? ബോയിൽ നിയമം. ബോയിൽ നിയമം എന്നതാണ്. അപ്പൊ എന്താണ്? വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ്. സ്ഥിരമായ ഊഷ്മാവിൽ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലാണ് എന്ന് പറയുന്ന നിയമമാണ് ബോയിൽ നിയമം. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യം. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യമാണ് യൂക്കാലിപ്സ്. ഏറ്റവും പൊക്കം കൂടിയ സപുഷ്പിയായ സസ്യമാണ് യൂക്കാലിപ്സ്. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? അറേബ്യ ടെറ എന്ന ഗർത്തം കാണപ്പെടുന്നത് ചൊവ്വയിലാണ്. അറേബ്യ ടെറ എന്ന ഗർത്തം എവിടെ കാണപ്പെടുന്നു? ചൊവ്വയിലാണ്. താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയുടെ തീരത്താണ്? താജ്മഹൽ ഏത് നദിയുടെ തീരത്താണ്? യമുനയുടെ തീരത്താണ്. യമുന നദീ തീരത്താണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ആരാണ്? ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായ രൂപരേഖ തയ്യാറാക്കിയത് ജവഹർലാൽ നെഹ്റുവാണ്. ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യമന്ത്രി കൂടിയാണ്. ഇന്ത്യയുടെ ആദ്യ വിദേശകാര്യമന്ത്രി. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭ എന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. PSCയിൽ റിപ്പീറ്റഡ് ആയി ചോദിച്ചു കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ വളരെ കൃത്യമായി തന്നെ ആ ഒരു ഭാഗം കോഡുകളൊക്കെ വെച്ചുകൊണ്ട് പഠിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആ ഒരു വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്ത്യയുടെ വിദേശ നയത്തിന്റെ ശില്പി എന്നൊക്കെ അറിയപ്പെടുന്നത് ജവഹർലാൽ നെഹ്റു ആണ്. നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം നമ്മൾ പഠിച്ചിരുന്നു ശാന്തിവനം. എങ്ങനെ ഓർത്തിരുന്നത്? അപ്പോ നെഹ്റു നല്ല ശാന്ത സ്വഭാവക്കാരനായിരുന്നു എന്നോർത്താൽ നെഹ്റുവിന്റെ അന്ത്യവിശ്രമ സ്ഥലം ശാന്തിവനമാണ്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് എവിടെ വെച്ചിട്ടാണ്? ഉത്തർപ്രദേശിലെ മീററ്റിൽ വെച്ചിട്ടാണ്. മെയ് 10 1857 മെയ് 10 ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുന്നത്. എവിടെയാണ്? മീററ്റിലാണ്. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം. ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ 5 റിട്ടുകളാണുള്ളത്. ഹേബിയസ് കോർപ്പസ്, മണ്ടാമസ്, പ്രൊഹിബിഷൻ, സെർഷ്യോററി, കോ വാറന്റോ. റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണ്? അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കുമാണ്. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ 5 ആണ്. ശരീരം ഹാജരാക്കുക എന്ന് പറയുന്നത് ഏത് റിട്ടാണ്? ഹേബിയസ് കോർപ്പസ് ആണ്. ഞാൻ കൽപ്പിക്കുന്നു എന്ന് പറയുന്നത് മണ്ടാമസ് ആണ്. എങ്ങനെ ഓർക്കാം? മണ്ടയ്ക്ക് അടിച്ച് കൽപ്പിക്കുക എന്ന രീതിയിൽ മണ്ട എന്നതിൽ നിന്ന് മണ്ടാമസ് കണക്ട് ചെയ്തു പോവാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടനയിൽ വ്യവസ്ഥ ചെയ്തിട്ടുള്ള റിട്ടുകളുടെ എണ്ണം ചോദിച്ചാൽ അത് 5 ആണ്.
ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം. ഇന്ത്യയുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രവർത്തനം ആരംഭിച്ച വർഷം ചോദിച്ചാൽ എത്രയാണ്? ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചിട്ടുള്ളത് 1951-ലാണ്. 1951 മുതൽ 1956 വരെയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിട്ടുള്ളത് കൃഷിക്കാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയിട്ടുള്ളത്. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം ചോദിച്ചാൽ എത്രയാണ്? 1956 മുതൽ 1961 വരെയാണ്. മൂന്നാം പഞ്ചവത്സര പദ്ധതിയുടെ കാലം ചോദിച്ചാൽ 1961 മുതൽ 1966 വരെയാണ്. 1966 മുതൽ 1969 വരെ പ്ലാൻ ഹോളിഡേ ആയിരുന്നു. പ്ലാൻ ഹോളിഡേ എന്നറിയപ്പെടുന്നത് 1966 മുതൽ 1969 വരെയാണ്. അപ്പൊ ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951 മുതൽ 56 വരെയാണ്. കൃഷിക്കാണ് പ്രാധാന്യം നൽകിയിട്ടുള്ളത്. അതുപോലെ ചോദിക്കാം, ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. ഹരോഡ് ഡോമർ മാതൃക എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ്. മഹലനോബിസ് മാതൃക എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതി. മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്നത് രണ്ടാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം. ഇന്ത്യയുടെ കേന്ദ്ര ബാങ്കായ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം ചോദിച്ചാൽ മുംബൈയാണ്. റിസർവ് ബാങ്ക് നിലവിൽ വന്നത് എന്നാണ്? 1935 ഏപ്രിൽ 1. ഏപ്രിൽ 1-നാണ് റിസർവ് ബാങ്ക് നിലവിൽ വന്നിട്ടുള്ളത്. അപ്പോ ആസ്ഥാനം ചോദിച്ചാൽ എവിടെയാണ്? മുംബൈയാണ്. ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെക്കപ്പെട്ട വർഷം. 1931. 1931-ലാണ് ഗാന്ധി ഇർവിൻ സന്ധി ഒപ്പുവെച്ചിട്ടുള്ളത്. സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സ്വതന്ത്ര ഭാരത സർക്കാർ നിയമിച്ച ആദ്യത്തെ ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഡോക്ടർ എസ് രാധാകൃഷ്ണനാണ് സ്വതന്ത്ര ഭാരത സർക്കാർ ആദ്യമായി നിയമിച്ച ഉന്നത വിദ്യാഭ്യാസ കമ്മീഷന്റെ അധ്യക്ഷൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929-ലെ സമ്മേളനം നടന്ന സ്ഥലം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ച 1929-ലെ സമ്മേളനം നടന്നിട്ടുള്ളത് എവിടെ വെച്ചിട്ടാണ്? ലാഹോറിൽ വെച്ചിട്ടാണ്. അധ്യക്ഷൻ ചോദിച്ചാൽ ആരായിരുന്നു? അത് ജവഹർലാൽ നെഹ്റു ആണ്. ജവഹർലാൽ നെഹ്റു. 1929-ലെ ലാഹോർ സെക്ഷന്റെ അധ്യക്ഷൻ ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് എന്ന് പ്രഖ്യാപിച്ചത് 1929-ലെ ലാഹോർ സമ്മേളനമാണ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് വിക്രം സാരാഭായ്. ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ് ചോദിച്ചാൽ വിക്രം സാരാഭായ് ആണ്. ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭന്റെ നേതൃത്വത്തിൽ സവർണ ജാഥ സംഘടിപ്പിക്കപ്പെട്ടത്? ഏത് സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചത്? വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹത്തിന്റെ വർഷം ചോദിച്ചാൽ എത്രയാണ്? 1924. 1924 മുതൽ 1925 വരെയാണ് വൈക്കം സത്യാഗ്രഹത്തിന്റെ കാലഘട്ടം. വൈക്കം സത്യാഗ്രഹം എത്ര ദിവസം നീണ്ടുനിന്നു എന്ന് ചോദിച്ചാൽ 603 ദിവസമാണ്. അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിക്കൊണ്ടാണ് മന്നത്ത് പത്മനാഭൻ സവർണ ജാഥ നയിച്ചിട്ടുള്ളത്. പട്ടിണി ജാഥ നയിച്ചത് ആരാണ്? പട്ടിണി ജാഥ നയിച്ചിട്ടുള്ളത് AK ഗോപാലൻ. പട്ടിണി ജാഥ നയിച്ചത് AK ഗോപാലൻ ആണ്. AK ഗോപാലൻ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന പ്രധാന അക്ഷാംശ രേഖയാണ് ഉത്തരായന രേഖ. അപ്പൊ ഉത്തരായന രേഖ കടന്നു പോകുന്നത് ഇന്ത്യയിലെ 8 സംസ്ഥാനങ്ങളിലൂടെയാണ്. അപ്പൊ കൃത്യമായി തന്നെ നമ്മൾ കോഡിലൂടെ ഈ ഒരു ഭാഗം പഠിച്ചു പോയിട്ടുണ്ട്. ലിങ്ക് ഞാനിവിടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി. ഹിരാക്കുഡ് നദീതട പദ്ധതിയുമായി ബന്ധപ്പെട്ട നദി ചോദിച്ചാൽ ഏതാണ്? മഹാനദിയാണ്. ഹിരാക്കുഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ ഹീറോ എന്ന രീതിയിലൊക്കെ കണക്ട് ചെയ്യാം. ഹീറോയും മഹാനദിയും. ഹീറോയും മഹാനദിയും. ഹിരാക്കുഡ് നദീതട പദ്ധതി ഏത് നദിയിലാണ്? മഹാനദിയിലാണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ അരുണാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ ഏറ്റവും കിഴക്കേ അറ്റത്തുള്ള സംസ്ഥാനമാണ് അരുണാചൽ പ്രദേശ്. പടിഞ്ഞാറേ അറ്റത്തുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് ഗുജറാത്ത് ആണ്. പടിഞ്ഞാറ് ഗുജറാത്ത് ആണ്. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ഒഡീഷ. എങ്ങനെ ഓർക്കാം? റൂർക്കേല എന്ന് പറയുമ്പോൾ റൂറൽ ഏരിയ എന്ന രീതിയിൽ കണക്ട് ചെയ്യുക. റൂറൽ ഏരിയയില് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ എങ്ങനെയാണ്? വീടുകൾ ഓട് കൊണ്ടാണ്. ഓട് അല്ലെ? ഓട് എന്നതിൽ നിന്ന് ഒഡീഷ എന്ന് കണക്ട് ചെയ്യാലോ. റൂർക്കേല ഇരുമ്പുരുക്ക് നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ ഒഡീഷയാണ്. ഇനി ഏത് രാജ്യത്തിന്റെ സഹായത്തോട് കൂടിയാണ്? ജർമ്മനി. ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ടാണ്. അപ്പോ എങ്ങനെ ഓർക്കാം? റൂറൽ ഏരിയയില് മെനി എന്നതിൽ നിന്ന് ജർമ്മനി കണക്ട് ചെയ്യാം. മെനി ഹൗസസ് എങ്ങനെയാണ്? ഓട് കൊണ്ടാണ് എന്നോർക്കാം.
നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ഏതാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചാൽ പുന്നമട കായലാണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? നെഹ്റു നമ്മുടെ പുന്നാര പ്രൈം മിനിസ്റ്റർ എന്ന രീതിയിൽ പുന്നാര എന്നതിൽ നിന്ന് പുന്നമട കായൽ കണക്ട് ചെയ്ത് പോവാം. അപ്പൊ നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ ചോദിച്ചാൽ അത് പുന്നമട കായലാണ്. കേരള പാണിനി ആരുടെ തൂലികാനാമമാണ്? കേരള പാണിനി ആരുടെ തൂലികാനാമമാണ്? AR രാജരാജവർമ്മ. അപ്പൊ എങ്ങനെ ഓർക്കാം? കേരള പാണിനി എന്ന് പറയുമ്പോൾ ഇവിടെ പണി എന്ന് ഓർക്കാലോ. പണി രണ്ടുപേരുടെ പണിയാണ് എടുക്കുന്നത്. രാജ രണ്ടുപേരുടെ പണി എടുക്കേണ്ടി വന്നു എന്ന് ഓർത്താല് കേരള പാണിനി ആരുടെ തൂലികാനാമമാണ്? AR രാജരാജവർമ്മ. അപ്പോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു കേരള കാളിദാസൻ. ആരാണ് കേരള കാളിദാസൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്? കേരള കാളിദാസൻ. അപ്പൊ കാളി എന്ന ഗോഡിനെ കണക്ട് ചെയ്തു. എവിടെ ഇരിക്കുന്നത്? കോയിലിലാണ്. അപ്പൊ കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനാണ് കേരള കാളിദാസൻ എന്നറിയപ്പെടുന്നത്. പിന്നെ സൈക്കോ എന്ന തൂലികാനാമം പഠിച്ചല്ലോ. സൈക്കോ. അപ്പൊ സൈക്കോ ആയ ഈ മുഖം എന്നാണ് ഓർത്തത്. ഈ മുഖം എന്നതിൽ നിന്ന് ഈ മുഹമ്മദ് കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങളൊന്ന് റിവിഷൻ ചെയ്യുക. ദീപാവലി കുളിക്കുക എന്നർത്ഥം വരുന്ന ശൈലി എന്താണ്? ദീപാവലി കുളിക്കുക എന്നതിന്റെ അർത്ഥം ധൂർത്ത് കാണിക്കുക എന്നതാണ്. ധൂർത്ത് കാണിക്കുക. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. ഇതിന് സമാനമായ ഇംഗ്ലീഷ് വാക്യം. പെട്രോൾ വേഗത്തിൽ കത്തുന്നതാണ്. പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ എന്നതാണ്. പെട്രോൾ ഈസ് ഹൈലി ഇൻഫ്ലേമബിൾ. ശരിയായ പദം പാദസരമാണ്. പാദസരം പാദങ്ങളിൽ അണിയുന്ന സരം. മാല എന്നുള്ള അർത്ഥമാണ് പാദസരം. ഇവിടെ സ്വരം എന്നുള്ള ഡൗട്ട് നമുക്ക് വരാറുണ്ട് അല്ലെ. സ്വരമല്ല, പാദസരമാണ്. ഇനി കറക്റ്റ് സ്പെല്ലിംഗ് ആണ് ചോദിച്ചിട്ടുള്ളത്. ബ്യൂറോക്രസി എന്നതിന്റെ ശരിയായ സ്പെല്ലിംഗ് ചോദിച്ചാൽ എങ്ങനെയാണ്? അപ്പോ ഓർത്തിരിക്കാൻ വേണ്ടി നമുക്ക് ഒരു സെറ്റ് ആയി പഠിക്കാം. BUREAU ക്രസി CRACY ഇങ്ങനെ മൂന്ന് സെറ്റ് ആയിട്ട് പഠിച്ചു വെക്കുക. BUREAU CRACY എന്നതാണ് ബ്യൂറോക്രസി. ദ സിനോണിം ഓഫ് ഹോസ്റ്റൈൽ. ഹോസ്റ്റൈൽ എന്നതിന്റെ സിനോണിം ചോദിച്ചാൽ എന്താണ്? അൺഫ്രണ്ട്ലി എന്നതാണ് ഹോസ്റ്റൈൽ എന്നതിന്റെ സമാന പദം. സിനോണിം എന്ന് പറഞ്ഞാൽ സമാന പദമാണ്. അപ്പൊ ഹോസ്റ്റൈൽ എന്നതിന്റെ സമാന പദം ചോദിച്ചാൽ എന്താണ്? അൺഫ്രണ്ട്ലി എന്നതാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മേജർ തുറമുഖങ്ങളുള്ള സംസ്ഥാനം തമിഴ്നാടാണ്. കൈഗ ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കൈഗ ആണവ നിലയം ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. എങ്ങനെ ഓർത്തിരുന്നു? അപ്പൊ കൈക എന്ന് പറയുമ്പോൾ നമ്മൾ കൈ എന്ന് കണക്ട് ചെയ്തു. നമ്മുടെ ശരീരത്തിലെ ഒരു അവയവമാണ്. അതുപോലെ തന്നെ ഒരു അവയവമാണ് കർണം. കർണം മീൻസ് ചെവി അല്ലെ. അപ്പൊ കൈയും കർണവും രണ്ട് അവയവങ്ങൾ വെച്ച് കണക്ട് ചെയ്തു. അപ്പൊ കൈക ആണവ നിലയം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ചോദിച്ചാൽ കർണാടകയാണ്. ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ. ബംഗാൾ വിഭജനം നടത്തിയത് ആരാണ്? 1905 ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ ചോദിച്ചാൽ അത് കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നടത്തിയിട്ടുള്ളത് കഴ്സൺ പ്രഭുവാണ്. 1911 ബംഗാൾ വിഭജനം റദ്ദാക്കിയത് ആരാണ്? റദ്ദാക്കിയത് ഹാർഡിഞ്ച് പ്രഭുവാണ്. ഹാർഡിഞ്ച് പ്രഭുവാണ് ബംഗാൾ വിഭജനം നിർത്തലാക്കിയിട്ടുള്ളത്. അപ്പൊ പഠിച്ചു വെക്കുക. 1905 ബംഗാൾ വിഭജനം നടത്തിയ ഗവർണർ ജനറൽ കഴ്സൺ പ്രഭുവാണ്. ബംഗാൾ വിഭജനം നിർത്തലാക്കിയിട്ടുള്ളത് കഴ്സൺ പ്രഭുവാണ്. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആരാണ്? വാഗ്ഭടാനന്ദനാണ്. അപ്പൊ എങ്ങനെ ഓർത്തിരിക്കാം? ആത്മവിദ്യാസംഘം എന്ന് പറയുമ്പോൾ ആത്മീയ കാര്യങ്ങൾ കണക്ട് ചെയ്യാം. ആത്മീയ കാര്യങ്ങളിൽ നല്ല അറിവുള്ള ആളുകൾ എങ്ങനെയാണ്? കടിച്ചാ പൊട്ടാത്ത വാക്കുകളാണ് പറയുക എന്ന് ഓർക്കാം. വാക്ക് എന്നതിൽ നിന്ന് വാഗ്ഭടാനന്ദൻ കണക്ട് ചെയ്യാലോ. അപ്പൊ ആത്മീയ കാര്യങ്ങളിൽ അറിവുള്ള ആളുകൾ കടിച്ചാ പൊട്ടാത്ത വാക്ക് പറയും എന്നോർത്താല് വാക്ക് എന്നതിൽ നിന്ന് വാഗ്ഭടാനന്ദൻ കണക്ട് ചെയ്ത് പോവാം. അപ്പൊ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് വാഗ്ഭടാനന്ദനാണ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നു സാധുജന പരിപാലന സംഘം. ആരാണ് സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത്? സാധുജന പരിപാലന സംഘം. എങ്ങനെയാ നമ്മൾ ഓർത്തിരുന്നത്? സാധുജനങ്ങൾക്ക് വേണ്ടി ആര് പോരാടി? അയ്യങ്കാളി. സാധുജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അയ്യങ്കാളി പോരാടിയത്. അപ്പൊ സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യങ്കാളിയാണ്. സമത്വ സമാജം. ആരാണ് സമത്വ സമാജം സ്ഥാപിച്ചത്? നമ്മൾ പറഞ്ഞു നമ്മളെ സമമായി കണ്ടിട്ടില്ലെങ്കിൽ, തുല്യമായി കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വൈ എന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പൊ വൈ എന്നതിൽ നിന്ന് വൈകുണ്ഠ സ്വാമികളാണ് സമത്വ സമാജം സ്ഥാപിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ ചുവന്ന നദി എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. അപ്പൊ എങ്ങനെ ഓർക്കാം? എപ്പോഴാണ് നമ്മുടെ ഫേസ് ഒക്കെ ചുവക്കുന്നത്? നമുക്ക് ദേഷ്യം വരുമ്പോഴാണ്. അപ്പൊ ബ്രഹ്മാവിന്റെ പുത്രന് ദേഷ്യം വന്നപ്പോ ഫേസ് ചുവന്നു എന്നോർക്കാം. അപ്പൊ ഇന്ത്യയുടെ ചുവന്ന നദി
എന്നറിയപ്പെടുന്നത് ബ്രഹ്മപുത്രയാണ്. ഇന്ത്യൻ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്, ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? പിംഗലി വെങ്കയ്യ. പിംഗലി വെങ്കയ്യയാണ് ഇന്ത്യയുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. അപ്പോ ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ്? 1947 ജൂലൈ 22. ജൂലൈ 22-നാണ് ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. പഠിച്ചു വെക്കുക. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യയാണ്. പിംഗലി വെങ്കയ്യയുടെ സ്വദേശം ചോദിക്കാറുണ്ട്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ് ആണ്. ആന്ധ്രാപ്രദേശുകാരനാണ് ആര്? പിംഗലി വെങ്കയ്യ. അപ്പോ 1947 ജൂലൈ 22-നാണ് ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ദേശീയ പതാകയ്ക്ക് അംഗീകാരം നൽകിയിട്ടുള്ളത്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രധാനപ്പെട്ട 35 മുൻകാല ചോദ്യങ്ങളാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ്സിലൂടെ അറിയിക്കുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക കേട്ടോ. താങ്ക്